നമസ്കാരം. മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ഒക്ടോബർ 7-ന് ശേഷം സോഷ്യൽ മീഡിയയിൽ നിറയെ വ്യാജം പ്രചരിപ്പിക്കുന്നതിന് മുന്നിലാണ് ഇസ്രായേൽ. അത്തരത്തിൽ വ്യാജം പ്രചരിപ്പിക്കാൻ ഇസ്രായേൽ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് പാളിവുഡ്. ഇസ്രായേലിന്റെ വ്യാജ പ്രചരണ തന്ത്രമായ ഹസ്ബറയിലൂടെയാണ് ഈ വാക്ക് വ്യാപകമായി പ്രചരിക്കുന്നത്. മാധ്യമങ്ങളിലൂടെ പൊതു അഭിപ്രായം രൂപീകരിക്കുവാനും ഇസ്രായേൽ പിന്തുണ ഉണ്ടാക്കുവാനുമുള്ള കരുതിക്കുട്ടിയുള്ള ശ്രമമായിരുന്നു ഇത്. ഫലസ്തീനിൽ നിന്നും വരുന്ന വീഡിയോകളും ഫോട്ടോസുമെല്ലാം വ്യാജമാണെന്നും എല്ലാം നാടകമാണെന്നുമുള്ള തരത്തിലുള്ള പ്രചാരണമാണ് ഇസ്രായേൽ നടത്തുന്നത്. ഇതിന് അവരിട്ട പേരാണ് പാളിവുഡ്. ഹോളിവുഡ് എന്ന വാക്കിൽ നിന്നും ഫലസ്തീനികളെ പരിഹസിക്കുന്ന ലക്ഷ്യമിട്ടാണ് ഈ വാക്ക് ബോധപൂർവം ഇസ്രായേൽ പ്രചരിപ്പിക്കുന്നത്. ഒക്ടോബർ 7-ന് ശേഷം ഇസ്രായേൽ അനുകൂലികളും ഇസ്രായേലിലെ ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം സോഷ്യൽ മീഡിയയിൽ പാളിവുഡ് എന്ന ഹാഷ്ടാഗോടുകൂടിയാണ് ഇസ്രായേൽ അനുകൂല വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. പാലസ്തീനികൾ യഥാർത്ഥമല്ലെന്നും അവരുടേതെല്ലാം കെട്ടുകഥകൾ മാത്രമാണെന്നുമുള്ള സയനിസ്റ്റ് കാഴ്ചപ്പാടാണ് ഈ പ്രചരണത്തിന് പിന്നിലെന്ന് പ്രമുഖർ ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം അവർ പറയുന്നതും ചെയ്യുന്നതുമെല്ലാം വെറും നാടകവും വ്യാജവുമാണെന്നും പ്രചരിപ്പിക്കുക എന്ന ഗൂഢലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. അത്തരം പാളിവുഡ് തിരക്കഥകളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ പ്രചരിപ്പിച്ച ഹമാസ് ടണൽ കഥകൾ. ഈ പേരിൽ നിരവധി ആശുപത്രികളാണ് ഇസ്രായേൽ തകർത്തത്. നിരവധി കുട്ടികളെയും സ്ത്രീകളെയും ഉൾപ്പെടെ കൊലപ്പെടുത്തി. പാളിവുഡിനായുള്ള മറ്റൊരു തിരക്കഥ ഇസ്രായേൽ ക്രൂരത ലോകത്തോട് വിളിച്ചു പറയുന്ന കണ്ടന്റ് ക്രിയേറ്റർമാരെയും മാധ്യമപ്രവർത്തകരെയും ലക്ഷ്യം വെച്ചായിരുന്നു. അങ്ങനെയാണ് സലേഹ് അൽ ജഫ്രാവിക്കെതിരെ പ്രചരണം നടത്തിയത്. പാലസ്തീൻ മാധ്യമപ്രവർത്തകനായ ജഫ്രാവിയുടെ വീഡിയോകൾ വ്യാജമാണെന്നും കയ്യിൽ വ്യാജരക്തം പുരട്ടിയുള്ള അഭിനയമാണെന്നുമായിരുന്നു പരിഹാസം. ഇസ്രായേൽ വ്യാജ മീഡിയ ഫാക്ടറി അദ്ദേഹത്തെ ക്രൈസിസ് ആക്ടർ എന്ന് വിളിച്ചാണ് പരിഹസിച്ചത്. ഇസ്രായേലിന്റെ ഔദ്യോഗിക അക്കൗണ്ടിൽ വരെ ജഫാറിയെ അഭിനേതാവായും ഹമാസിന്റെ TV അവതാരകനുമെന്നുമായിരുന്നു വിശേഷണം. എന്നാൽ ഗസയിലെ ഇസ്രായേൽ ക്രൂരത ലോകത്തോട് വിളിച്ചു പറയാൻ ഇന്നും ഇദ്ദേഹം മുൻപന്തിയിലുണ്ട്. പാളിവുഡിൽ പാളിപ്പോയ മറ്റൊരു തിരക്കഥയായിരുന്നു പാലസ്തീന്റെ വ്യാജ ശവസംസ്കാര ചടങ്ങെന്ന പേരിൽ പ്രചരിപ്പിച്ചത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത് പൊളിച്ചടക്കി. 2020-ൽ ജോർദാനിൽ നടന്ന വീഡിയോ ആയിരുന്നു പാലസ്തീനിലെതെന്നും പറഞ്ഞ് പ്രചരിപ്പിച്ചത്. അതുപോലെ മരിച്ചതായി വേഷമിടുന്ന പാലസ്തീനികൾ എന്ന പേരിലും വ്യാജ പ്രചരണങ്ങൾ പുറത്തിറങ്ങി. എന്നാൽ ആ ചിത്രമാകട്ടെ തായ്ലൻഡിലെ 2022 ഹലോവിൻ പാർട്ടിയുടേതായിരുന്നു. പിന്നീട് അൽ ജസീറ റിപ്പോർട്ട് ചെയ്ത വാർത്തയും വ്യാജമെന്ന തരത്തിൽ ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന തരത്തിൽ കാണിച്ചത് യഥാർത്ഥ കുട്ടിയല്ല എന്നും അത് പാവയാണെന്നുമുള്ള നട്ടാൽ കുരുക്കാത്ത നുണയായിരുന്നു പ്രചരിപ്പിച്ചത്. എന്നാൽ യാഥാർത്ഥ്യം പുറത്തു വന്നതോടെ ഇസ്രായേലി മാധ്യമമായ ജെറുസലേം ആ വാർത്ത മുക്കി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഗസയിലെ ഇസ്രായേൽ ക്രൂരത ലോകത്തോട് വിളിച്ചു പറയുന്നത് ഒരുപറ്റം മാധ്യമപ്രവർത്തകരും സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സുമാണ്. തലയ്ക്ക് മീതെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ വട്ടമിട്ട് പറക്കുമ്പോഴും ഇസ്രായേൽ ക്രൂരതകൾക്കെതിരെയും പാളിവുഡിന്റെ തിരക്കഥകളെയും പൊളിക്കുകയാണിവർ. അതുകണ്ട് പാളിവുഡ് തിരക്കഥകൾക്ക് മേൽ സത്യം വിജയിക്കുന്ന കാഴ്ചകളാണ് ദിവസവും ഗസയിൽ നിന്ന് വരുന്നത്. അതേസമയം ഹമാസ് ബന്ദികളാക്കിയ 40 പേരെ മോചിപ്പിച്ചാൽ ഒരാഴ്ച വെടിനിർത്തൽ തയ്യാറാണെന്ന് ഇസ്രായേൽ അറിയിച്ചു. ബന്ദിമോചനത്തിന് വഴിയൊരുക്കുവാൻ വാഴ്സോയിൽ ഖത്തറുമായി നടന്ന ചർച്ചയിലാണ് പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്ന് ഇസ്രായേൽ ദിനപത്രമായ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. മൊസാദ് തലവൻ ഡേവിഡ് ബാർണിയ, CIA തലവൻ ബിൽ ബേൺസ്, ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ എന്നിവരാണ് ചർച്ചയിൽ സംബന്ധിച്ചത്. എന്നാൽ ബന്ദിമോചനമടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ച തുടങ്ങണമെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നതാണ് ഹമാസിന്റെ വ്യവസ്ഥയെന്ന് ഖത്തർ പ്രധാനമന്ത്രി CIA മൊസാദ് തലവന്മാരെ അറിയിച്ചു. യുദ്ധം നിർത്തണമെങ്കിൽ ഹമാസ് ആയുധം താഴെ വെക്കണമെന്നും ഒക്ടോബർ 7-ലെ ആക്രമണത്തിന് ഉത്തരവാദികളായവരെ കൈമാറണമെന്നും മൊസാദ് തലവൻ പ്രതികരിച്ചതായി പത്രം റിപ്പോർട്ട് ചെയ്തു. സ്ത്രീകളും 60 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരും മാരക രോഗങ്ങളോ ഗുരുതര പരിക്കുകളോ ബാധിച്ച് അടിയന്തര ചികിത്സ ആവശ്യമുള്ളവരുമായ ബന്ദികളെ മോചിപ്പിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. നവംബറിൽ വെടിനിർത്തൽ അവസാനിപ്പിച്ച് യുദ്ധം പുനരാരംഭിച്ച ശേഷം ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന ആദ്യ വെടിനിർത്തൽ നിർദ്ദേശമാണിത്. ഇസ്രായേലി പൗരന്മാരും വിദേശികളുമടക്കം 130ഓളം പേർ ഇപ്പോഴും ഗസയിൽ ഹമാസിന്റെ തടവിലാണ്. ബന്ദികളിൽ 8 അമേരിക്കക്കാരുമുണ്ടെന്ന് വൈറ്റ് ഹൗസ് വക്താവ് ജോൺ കിർബി അറിയിച്ചിരുന്നു. നേരത്തെ 80 ബന്ദികളെ വിട്ടയച്ചതിന് പകരമായാണ് ഒരാഴ്ച വെടിനിർത്തിയത്. എന്നാൽ ഇത്തവണ 40 പേർക്ക് പകരം ഒരാഴ്ച വെടിനിർത്താമെന്നും കൂടുതൽ ഫലസ്തീനികളെ വിട്ടയക്കാമെന്നും ഇസ്രായേൽ പറയുന്നു. ഗുരുതര കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുവാനും തങ്ങൾ സന്നദ്ധരാണെന്ന് ഇസ്രായേൽ അറിയിച്ചതായി മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു. യുദ്ധം തുടങ്ങി 70 ദിവസമാകാറായിട്ടും ബന്ദികളെ കണ്ടെത്താനോ മോചനത്തിന് വഴിയൊരുക്കാനോ കഴിയാത്തത് ഇസ്രായേലിൽ വൻ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയിരുന്നു. ബന്ദികളുടെ ബന്ധുക്കളും ഇസ്രായേൽ പൗരന്മാരും ചേർന്ന് നെതന്യാഹു സർക്കാരിന് മേൽ കടുത്ത സമ്മർദ്ദമാണ് ഉണ്ടാക്കിയത്. അതിനിടെ 3 ബന്ദികളെ ഇസ്രായേൽ സേന തന്നെ അബദ്ധത്തിൽ കൊലപ്പെടുത്തിയതും സർക്കാരിന് കീറാമുട്ടിയായി. ഡിസംബർ 18-ന് തെൽ അവീവിലെ മിലിറ്ററി ഡിഫൻസ് ആസ്ഥാനത്തിന് പുറത്ത് ബന്ദികളെ മോചിപ്പിക്കുന്നതിന് സർക്കാർ വഴി കാണണമെന്നാവശ്യപ്പെട്ട് ബന്ദികളും സാമൂഹ്യ പ്രവർത്തകരും വൻ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. അതേസമയം ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ എതിർപ്പുകൾ അവഗണിച്ച് ഗസയിലെ ആശുപത്രികൾ വീണ്ടും പിടിച്ചെടുത്തു ഇസ്രായേൽ സേന.
ഇതിനിടെ വിദേശ രാജ്യത്തിന്റെ മധ്യസ്ഥതയിലുള്ള വെടിനിർത്തലിന് ഒരുക്കമാണെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് പ്രഖ്യാപിച്ചു. ബന്ദികളെ വിട്ടയച്ചാൽ വെടിനിർത്താമെന്നും ഗസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കാമെന്നും അദ്ദേഹം സ്ഥാനപതിമാരുടെ യോഗത്തിലാണ് പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം പുറത്തു വന്നിട്ടില്ല. വടക്കൻ ഗസയിലെ അൽ ഔദ ആശുപത്രിയിലേക്കും ഗസ സിറ്റിയിലെ അൽ അഹ്ലിയ ആശുപത്രിയിലേക്കും ഇരച്ചു കയറിയ ഇസ്രായേലി ടാങ്കുകൾ കെട്ടിടഭാഗങ്ങൾ തകർത്തു. വെടിവെപ്പിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെ നൂറുകണക്കിന് പേരെ അറസ്റ്റ് ചെയ്തു. രോഗികൾക്ക് ഭക്ഷണവും വെള്ളവും മരുന്നും ലഭിക്കാത്ത വിധം 2 ആശുപത്രികളും സൈന്യം വളഞ്ഞിരിക്കുകയാണ്. ഖാൻ യൂനിസിലെ നാസർ ആശുപത്രിക്ക് നേരെയും 48 മണിക്കൂറിനിടെ 2 തവണ ബോംബാക്രമണം നടത്തി. ആശുപത്രികളെ നിരന്തരം ലക്ഷ്യം വയ്ക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ നടപടിയിൽ രോഷം പ്രകടിപ്പിച്ച ലോകാരോഗ്യ സംഘടനാ വക്താവ് ഡോക്ടർ മാർഗരറ്റ് ഹാരിസ് ഗാസയിൽ നടക്കുന്നത് വിശ്വസിക്കാവുന്നതിലും അപ്പുറമുള്ള ക്രൂരതയാണെന്ന് അഭിപ്രായപ്പെട്ടു. ജബലിയയിലും റഫേലും ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം തുടരുകയാണ്. റഫേൽ തിങ്കളാഴ്ച രാത്രി നടത്തിയ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 30ആയി. ജബലിയയിൽ 13 പേരാണ് കൊല്ലപ്പെട്ടത്. ഗസയിലെ ആകെ മരണം 19,667 ആയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 52,586 പേർക്ക് പരിക്കേറ്റു. തെല്ലവീവിലേക്ക് ഹമാസ് ചൊവ്വാഴ്ച റോക്കറ്റ് ആക്രമണം നടത്തി. ഗസയിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം 131ആയി ഉയർന്നു. നന്ദി, നമസ്കാരം.